ബന്ധങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന പൊട്ടിത്തെറികൾ പലപ്പോഴും ഏതെങ്കിലും ഒരു കുഞ്ഞു ട്രിഗറിന്റെ മേലെ വളരെ വലിയ രീതിയിൽ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് പങ്കാളി എന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് മുൻകാലത്ത് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഇനിയും സോൾവ് ചെയ്യപ്പെടാത്ത പല പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും. കണക്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും. അന്നേരം ഉണ്ടായ ആ സംഭവത്തിൽ മാത്രമായിട്ട് ആ ദേഷ്യം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ അൺറിസോൾവ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് സെപ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ചിലരെ സംബന്ധിച്ച് ഈ ദേഷ്യം എന്ന് പറയുന്നത് വളരെ കുഞ്ഞുനാള് മുതൽ ജീവിതത്തിൽ കൂടിയ ഒരു സാധനം തന്നെയാണ്. അതായത് കുട്ടിക്കാലത്ത് അൺറിസോൾവ് ആയിട്ടുള്ള പല ട്രോമകളും അല്ലെങ്കിൽ ഇമോഷൻ സെപ്രഷനും ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ദേഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറാറുണ്ട്. ദേഷ്യം ഒരു വികാരമാണ്, അതിനൊരു നിയന്ത്രണം അത്യാവശ്യവുമാണ്. അത് ബന്ധങ്ങളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിലൂടെയും അൺറിസോൾവ് ആയിട്ടുള്ള ട്രോമകളിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ മേലെ നൽകുന്ന ചില ട്രിഗറിലൂടെയും ഒക്കെ ആണെങ്കിൽ സ്വയം നിയന്ത്രണ വിധേയമല്ലാതെ ദേഷ്യത്തെ കൊണ്ട് നടക്കുന്ന ചില വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ദേഷ്യത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യകതയും ഉണ്ട്, അല്ലെ? തീർച്ചയായിട്ടും 7-day ആങ്കർ റീസെറ്റ് എന്ന് പറയുന്ന വാട്സ്ആപ്പ് കോഴ്സ് അതിനുപകരിക്കും. ആങ്കർ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ ആയിരിക്കും അത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആ കോഴ്സിന്റെ ഒരു ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് DM ചെയ്യുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് DM എന്ന് ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില പൊട്ടിത്തെറികളും അതുപോലെ തന്നെ സ്വയം നിയന്ത്രണ വിധേയമല്ലാത്ത ദേഷ്യവും ഒക്കെ കാരണം പൊറുതിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവച്ചോളൂ. You deserve a positive life. Let's transfer to its day.